ഇന്നത്തെ വീഡിയോ നമ്മൾ തമ്മിൽ പറഞ്ഞ പോലെ തന്നെ A2 ലെവലിലെ ഗ്രാമാറ്റിക് പോർഷൻ ഫുള്ളായിട്ടുള്ള വീഡിയോ ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഇട്ട വീഡിയോസ് തന്നെ ഞാനത് എല്ലാം കൂടെ ആഡ് ചെയ്ത് ഒരൊറ്റ വീഡിയോ ആയിട്ടാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. A2 ഗ്രാമറാണ് ഇപ്പം ഇന്ന് നോക്കുന്നത്. അപ്പം വൈൽ ഇത് രണ്ടും സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. ബിക്കോസ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എനി റീസൺ ടു സേ വി യൂസ് ദ വൈൽ ഓർ ദ, എന്തെങ്കിലും കാരണങ്ങൾ പറയാനായിട്ടാണ് നമ്മളെപ്പോഴും വൈൽ അല്ലെ ദ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഹോപ്പ് സാറ്റ്സിലും നേബൻ സാറ്റ്സിലും വെക്കാം, യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഹോപ്പ് സാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സെൻറ്റൻസ്, നേബൻ സാറ്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെൻറ്റൻസ്. അപ്പോൾ ഇവിടെ ഈ കണക്ടോറും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് സെൻറ്റൻസിനെ കണക്ട് ചെയ്യാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഹോപ്പ് സാറ്റ്സിനെ നമ്മളിവിടെ HS എന്ന് ഷോർട്ടാക്കി എഴുതും, നേബൻ സാറ്റ്സിനെ നമ്മൾ NS എന്നും ഷോർട്ടായിട്ട് എഴുതും. ഓക്കെ, അപ്പോൾ ഹോപ്പ് സാറ്റ്സിലാണെങ്കിൽ വെർബ് ടു വെർബ് ആയിരിക്കും നമ്മുടെ വെർബുകൾ വരുന്നത്. സെൻറ്റൻസിൽ വെർബ് വരുന്നത് വെർബ് ടു വെർബ്. നേബൻ സാറ്റ്സിലാണെങ്കിൽ എപ്പോഴും ആമൻഡയിലാണ് വെർബ്, കോൺജുഗേറ്റ് ഫോമിൽ പോകും. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ രണ്ട് സെൻറ്റൻസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇഷ് ലേർണെ ടോയ്സ്, ഇഷ് മോയ്സ്തെ ഇൻ ടോയ്സ്ലാൻഡ് ആർബൈറ്റൻ. ഇത് രണ്ടും രണ്ട് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന കാരണമാണ്, റീസൺ ആണ് ഇഷ് മോയ്സ്തെ ഇൻ ടോയ്സ്ലാൻഡ് ആർബൈറ്റൻ എന്ന് പറയുന്നത്. അതായത് എനിക്ക് ആഗ്രഹമുണ്ട് ടോയ്സ്ലാൻഡിൽ ആർബൈറ്റൻ ചെയ്യാൻ, വർക്ക് ചെയ്യാൻ, അതാണ് റീസൺ. ഓക്കെ, അപ്പോൾ നമുക്കിത് വൈലിലേക്ക് വെച്ച് നമ്മളെങ്ങനെ നേബൻ സാറ്റ്സിൽ സെക്കൻഡ് സെൻറ്റൻസിൽ വെച്ച് നമ്മൾ എങ്ങനെ ഇത് എഴുതുമെന്ന് നോക്കാം. ഇഷ് ലേർണെ ടോയ്സ്, while ich in Deutschland arbeiten möchte. നേബൻ സാറ്റ്സിൽ വരുമ്പോഴത്തേനും നമ്മുടെ വെർബ് ഏറ്റവും ആമൻഡയിൽ സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, വൈൽ എഴുതുമ്പം കോമ നോക്കണം. വൈൽ എഴുതി കഴിഞ്ഞല്ല കോമ ആദ്യമത്തെ സെൻറ്റൻസ് കഴിഞ്ഞ് കോമ ഇട്ട് കഴിഞ്ഞാണ് നമ്മൾ വൈൽ വെക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളിത് ഫസ്റ്റ് ഹോപ്പ് സാറ്റ്സിൽ വെക്കുമ്പോഴത്തേനും സെൻറ്റൻസിൽ വെക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. while ich Deutsch lerne മോയ്സ്തെ ഈസ് ഇൻ ടോയ്സ്ലാൻഡ് ആർബൈറ്റൻ. അപ്പം വൈൽ ആദ്യം വെക്കുമ്പം വെർബ് ടു വെർബ്, ആദ്യത്തെ സെൻറ്റൻസിലെയും രണ്ടാമത്തെ സെൻറ്റൻസിലെയും വെർബ് തമ്മിൽ ഒരുമിച്ചാണ് വരുന്നത്. ആ രണ്ട് വെർബ് വരുമ്പോഴാണ് അവിടെ കോമ വരുന്നത്, വൈൽ വരുമ്പോഴല്ല. അപ്പോൾ മീനിങ് വരുന്നത് എന്താണ്? വൈൽ ഈസ് ടോയ്സ് ലേർണെ, ടോയ്സ് പഠിച്ചതിൻ്റെ കാരണം മോയ്സ്തെ ഈസ് ഇൻ ടോയ്സ്ലാൻഡ് ആർബൈറ്റൻ, ടോയ്സ്ലാൻഡിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ്, അല്ലെ ആഗ്രഹം കൊണ്ടാണ്. അപ്പം അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇഷ് ക്യാൻ നിഷ് ഇൻ കീനോ കൊമ്മൻ, ഞാൻ കീനോയിൽ വരത്തില്ല. ഇഷ് ഹാബ് ഐനൻ ടെർമിൻ, എനിക്ക് ഒരു ടെർമിൻ ഉണ്ട്. ടെർമിൻ എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ്. ഓക്കെ, ഇത് രണ്ട് സെൻറ്റൻസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വൈലിട്ട് അല്ലെങ്കിൽ ദാ ഇട്ട് ഇങ്ങനെ പറയും. വൈലും ദായും സെയിം മീനിങ് ആണ്. അപ്പോൾ ദാ ഇട്ട് വരുമ്പോഴത്തേനും നമുക്ക് പറയാം ഇഷ് ക്യാൻ നിഷ്ട് ഇൻ കീനോ കൊമ്മൻ, കോമ വൈലിന് വരെ നമുക്ക് ദാ ഇഷ് ഐനൻ ടെർമിൻ ഹാബെ. അപ്പോൾ ഹാബെ എന്നുള്ള വെർബ് നമ്മൾ എന്ത് ചെയ്തു? വൈൽ നേബൻ സാറ്റ്സിലാക്കിയപ്പോഴത്തേനും ആമൻഡയിലേക്ക് ആ വെർബ് പോയി. ഓക്കെ, അപ്പോൾ നമ്മളിത് വെർബ് ടു വെർബ് വെച്ച് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? വൈൽ ആദ്യം ഇട്ട് പറയുവാണെങ്കിൽ വൈൽ ഇഷ് ക്യാൻ നിഷ്ട് ഇൻ കീനോ കൊമ്മൻ ഹാബെ ഇഷ് ഐനൻ ടെർമിൻ. ഓക്കെ, അടുത്തൊരു എക്സാമ്പിളാണ്. ഹോയ്റ്റെ കോംറ്റ് മറിയ സ്പെയ്റ്റ് വൈൻ സി ക്രാങ്കിസ്റ്റ്, ഇന്ന് മറിയ താമസിച്ചേ വരത്തുള്ളൂ, കാരണം അവൾക്ക് ക്രാങ്കാണ്, സിക്കാണ്. അടുത്തതാണ് ടസ്. ടസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് എന്നാണ് മീനിങ് വരുന്നത്. അപ്പം ടസ് നമ്മളെപ്പോഴും നേബൻ സാറ്റ്സിൽ മാത്രമേ വെക്കുകയുള്ളൂ. വെർബ് എപ്പോഴും ആമൻഡെ പോയി കോൺജുഗേറ്റ് ചെയ്ത് എഴുതും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കണക്ടോർ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ കോമ മസ്റ്റായിട്ട് ഇടണം, മാറിപ്പോകരുത്, അല്ലെങ്കിൽ വിട്ടു പോകരുത്. ഓക്കെ, അപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇഷ് ഹാബെ ഫോൺ മൈനം ഷെഫ് ഗെഹ്യോ ടസ് ക്രാങ്ക് ഈസ്റ്റ്, ഞാൻ എൻ്റെ ഷെഫിനെ കുറിച്ച് കേട്ടായിരുന്നു. ഷെഫ് എന്ന് പറഞ്ഞാൽ ബോസിനെ കുറിച്ച് കേട്ടായിരുന്നു. എന്ത് ക്രാങ്ക് ഈസ്റ്റ്, അയാൾക്ക് ക്രാങ്കാണ്, സിക്കാണ് എന്ന് ഞാൻ കേട്ടായിരുന്നു. അടുത്ത എക്സാമ്പിളാണ് എസ് ഇസ് വിസ്റ്റിക് ടാസ് ടു jeden Tag ടോയ്സ് ലേർണൻ മസ്റ്റ്, നീ എല്ലാ ദിവസവും ടോയ്സ് പഠിക്കണം എന്നുള്ളത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്, അത് വിസ്റ്റിക്കാണ്
എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്തത് വരുന്നത് wir glauben dass ഞങ്ങൾ വിശ്വസിക്കുന്നു heute es nicht regnet ഇന്ന് മഴ പെയ്യത്തില്ല. മഴ എന്നാണ് regnet എന്ന് പറഞ്ഞത്. അടുത്തതാണ് ആൾസ്. ആൾസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നപ്പോൾ, കഴിഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ പറയുന്നത്. അന്നേരമായിരിക്കും ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓപ്സാഡ്സിലാണ് വെക്കുന്നത്. വെർബ് ടു വെർബാണ് വരുന്നത്. ഓക്കെ, കോമ മസ്റ്റാണ്. അടുത്തതാണ് എക്സാമ്പിളാണ്. ആൾസ് ich Kind war hatte ich ein Fahrrad. എൻ്റെ കിൻഡർവാർ എന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് എനിക്ക് ഒരു ഫറാഡ് ഉണ്ടായിരുന്നു, സൈക്കിൾ ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്തൊരു എക്സാമ്പിളാണ്. als ich Kind war singe ich die Musik. കുട്ടിയായിരുന്നപ്പോൾ ഞാൻ പാട്ട് പാടുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഹാറ്റെ എന്ന് വന്നത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ കാര്യമായതുകൊണ്ടാണ് ഹാറ്റെ എന്ന് വന്നത്. അപ്പോൾ അടുത്തതാണ് വെൻ. വെൻ എന്ന് പറഞ്ഞാൽ വെൻ എന്ന് തന്നെയാണ് എപ്പോൾ. ഇതൊരു കണ്ടീഷൻ പറയാനാണ് നമ്മൾ വെന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് 3 റൂൾസ് ആണുള്ളത്. ഒന്ന്, കോമ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വെൻ എപ്പോഴും ഓപ്സാഡ്സിലും നേപൻസാഡ്സിലും വെക്കാം. അതുപോലെ തന്നെ എന്താണ്, കണ്ടീഷൻ പറയാനാണ് യൂസ് ചെയ്യുന്നത്. ഇത് 3 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ich habe Zeit, അതൊരു സെൻറ്റൻസ്. അടുത്തത് ich komme nach Hause, അടുത്ത സെൻറ്റൻസ്. അപ്പോൾ 2 സെൻറ്റൻസ് ആക്കിയേക്കുവാണ്. ഈ 2 സെൻറ്റൻസിനെ നമ്മൾ വെന്ന് യൂസ് ചെയ്ത് ഒറ്റ സെൻറ്റൻസ് ആക്കണം. അപ്പോൾ വെന്ന് യൂസ് ചെയ്യുന്നത് നമ്മളൊരു കണ്ടീഷൻ പറയാനായിട്ടാണ്. അപ്പോൾ നമ്മൾ കണ്ടീഷൻ പറയേണ്ടത് എന്താണ്? ആ സെൻറ്റൻസ് വേണം നമ്മൾ വെൻ ആഡ് ചെയ്ത് പറയാൻ. അപ്പോൾ ich habe Zeit എന്നാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ വെൻ യൂസ് ചെയ്ത് പറയുമ്പം wenn ich Zeit habe komme ich nach Hause. എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരാം. ഹൗസ് എന്ന് പറഞ്ഞാൽ വീട്, ഹൗസ്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ. ich komme die Party wenn ich Zeit habe. അത് നേപൻസാഡ്സിലാണ് വെൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആമൻ്റെ ഹാബെ എന്നുള്ള സൈറ്റ് പോയി. അപ്പോൾ നമ്മുടെ ഇതിന് മീനിങ് വരുന്നത് എന്താണ്? എനിക്ക് സൈറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പാർട്ടിക്ക് വരും, അല്ലേ വരാം എന്ന മീനിങ് വരുന്നത്. അപ്പോൾ ഇത്രയുള്ള കാര്യം കഴിഞ്ഞാൽ, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ 3 കണക്ടോറും വളരെ എളുപ്പം തന്നെ പഠിക്കാം. നമുക്ക് ദസാൽബ് എന്ന് പറഞ്ഞാൽ തേർഫോർ അല്ലെ താറ്റ്സ് വൈ എന്നാണ് മീനിങ് വരുന്നത്. അതുകൊണ്ട് എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ദസാൽബിന് നമുക്ക് കുറേ ഓൾട്ടർനേറ്റീവ് ഉണ്ട്. താറും, ദസ്വേഗൻ, ദാബർ, ഇതൊക്കെയാണ് നമ്മുടെ ദസാൽബിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് വരുന്നത്. നമുക്കിതിലേത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ദസാൽബ് യൂസ് ചെയ്യുമ്പോൾ കുറേ റൂൾസ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ കണക്ടോറ് വെച്ച് കഴിഞ്ഞാൽ, ദസാൽബ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കോമ ഇട്ടിട്ട് എന്താണ്, വെർബായിരിക്കും നമ്മൾ ആ കൂടെ വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, പിന്നെ ഒബ്ജക്റ്റ്, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. പുറത്ത് മഴ ആയതുകൊണ്ട് ഞാൻ കളിക്കാൻ പോയില്ല. es regnet draußen, deshalb gehe ich nicht spielen. പുറത്ത് മഴ ആയതുകൊണ്ട് അപ്പോൾ അവിടെ ദസാൽബ് വന്നതിൻ്റെ ഉണ്ടോ, അതുകൊണ്ട് കളിക്കാൻ പോയില്ല. അപ്പം എന്താണോ റീസൺ, ആ റീസൺ ആയിരിക്കും നമ്മൾ ദസാൽബ് കൂട്ടി പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ത്രോസ്തം. ത്രോസ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് വരുന്നത് നെവർദലെസ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്നിരുന്നാലും എന്നാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ദസാൽബ് എങ്ങനെയാണ് പഠിച്ചത് അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ സെൻറ്റൻസ്, നമ്മൾ 2 സെൻറ്റൻസ് നമ്മൾ പറയുമ്പോഴത്തേനും ഇവിടെ ദസാൽബ് വെച്ച് കഴിഞ്ഞിട്ട് വെർബ് വെക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും ത്രോസ്തം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെർബാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. എനിക്ക് സുഖമില്ല, എന്നിരുന്നാലും ഞാൻ വർക്കിന് പോകാറുണ്ട്. കണ്ടോ, എന്നിരുന്നാലും. ich bin krank, trotzdem gehe ich Arbeit. അപ്പോൾ trotzdem വന്നു, അത് കഴിഞ്ഞ് വെർബും വന്നു. ഓക്കെ, അടുത്തൊരു എക്സാമ്പിളാണ്. Deutsch ist schwierig, trotzdem lerne ich Deutsch. Deutsch ഡിഫിക്കൽട്ടാണ്, എന്നിരുന്നാലും ഞാൻ Deutsch പഠിച്ചു. അടുത്ത കണക്ടോറാണ് ഇമ്മർവെൻ. ഇമ്മർവെൻ എന്ന് പറഞ്ഞാൽ വെന്നെവർ, എപ്പോഴൊക്കെ. അപ്പോൾ എപ്പോഴൊക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ ഇവിടെ വെർബ് ടു വെർബാണ്, അതായത് നേപൻസാഡ്സിലായിരിക്കും നമ്മൾ ഇമ്മർവെൻ എപ്പോഴും വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വെൻ ich ins Restaurant gehe ist das kein Pizza. എപ്പോഴൊക്കെ ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയാലും അപ്പോഴൊന്നും എന്താണ്, പിസ്സ ഇല്ല.
അടുത്തൊരു എക്സാമ്പിളാണ് ഇമ്മർവൻ ഇസ് റേഗൻ ഷ്രിം നേമേ കിപ്റ്റേഴ്സ് കൈൻ റേഗൻ. എപ്പോഴൊക്കെ ഞാൻ കുട എടുത്താലും, അംബ്രല്ല എന്നാണ് റേഗൻ ഷ്രിം എന്ന് പറഞ്ഞാൽ, കുട എടുത്താലും അപ്പോഴൊന്നും മഴ പെയ്യാറില്ല. അടുത്തൊരു കണക്ടോർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണക്ടോറാണ് ഡാമിറ്റ്. ഡാമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഓർഡർ ടു എന്നാണ് മീനിങ് വരുന്നത്. ഡാമിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന, ഡാമിറ്റും ഉംസുവും ഉണ്ട്. ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പർപ്പസിനെ നമ്മൾ കാണിക്കാൻ വേണ്ടിയാണ്. ഒരു പർപ്പസ് ചെയ്യുമ്പോഴത്തേന് അത് പറയാനായിട്ടാണ് നമ്മൾ ഡാമിറ്റ് അല്ലെങ്കിൽ ഉംസു യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡാമിറ്റിൻ്റെ കേസ് നോക്കാം. ഡാമിറ്റ് വരുമ്പം എപ്പോഴും നമ്മൾ നേബൻസാസിലും വെക്കാം, ഹോപ്സാസിലും നമുക്കിത് ഡാമിറ്റ് വെച്ച് സെൻറ്റൻസ് മേക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഡാമിറ്റിൽ എപ്പോഴും ആ രണ്ട് സെൻറ്റൻസിൻ്റെയും സബ്ജക്റ്റ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പം നേബൻസാസിൽ നമ്മൾ ഡാമിറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ വെർബ് ആമൻ്റെ പോകുമ്പം എന്താണ്, കോൺജുഗേറ്റഡ് ഫോമിൽ തന്നെയായിരിക്കും പോവുക. അപ്പോൾ ഇവിടെ മൊഡാൽ വെർബുകൾ വരുമ്പം മ്യോസ്റ്റൻ, വൊള്ളൻ, സൊള്ളൻ, ഈ 3 മൊഡാൽ വെർബുകൾ വരുമ്പോഴത്തേനും നമ്മൾ എന്താണ്, ഈ ഡാമിറ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഉംസുവിൻ്റെ കൂടെ ആഡ് ആക്കത്തില്ല. ബാക്കി ഏത് മൊഡൽ വെർബുകളും യൂസ് ചെയ്യും, പക്ഷേ ഈ 3 എണ്ണവും ഉപയോഗിക്കുകയില്ല. കാരണം ഇത് 3ഉം പർപ്പസിനെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. അപ്പോൾ ഡാമിറ്റ് നമ്മൾ പർപ്പസിനെ കാണിക്കാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ചെയ്യേണ്ട കാര്യമില്ല. ഏതെങ്കിലും അപ്പം ഡാമിറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ 3 മൊഡൽ വെർബുകൾ നമ്മളവിടെ യൂസ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. 2 സെൻറ്റൻസ് ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഒന്ന് ഇഷ് ലേൺ ഡോയിസ്, രണ്ടാമത്തത് ഇഷ് കാൻ ഇൻ ടോയ്സ്ലാൻഡ് ആർബൈറ്റൻ. അങ്ങനെ 2 സെൻറ്റൻസ് ആക്കിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഒരു സെൻറ്റൻസ് ആക്കുവാണ്, ഡാമിറ്റ് വെച്ചാണ് എഴുതുന്നത്. അപ്പോൾ ഡാമിറ്റ് വെക്കുമ്പോൾ എന്താണ്, കോമ നോക്കണം. ഡാമിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊഡാൽ വെർബുകൾ എന്താണ്, മ്യോസ്റ്റൻ, വൊള്ളൻ, സൊള്ളൻ, ഇത് 3 എണ്ണം വന്നിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒറ്റ സെൻറ്റൻസിലാക്കുന്നത്. ഇഷ് ലേൺ ടോയ്സ് ഡാമിറ്റ് ഇഷ് ഇൻ ടോയ്സ്ലാൻഡ് ആർബൈറ്റൻ ഖാൻ. ഖാൻ എന്നുള്ള വെർബാണ് അവിടെ സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഡാമിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ആമൻറ്റിൽ കൊണ്ടുപോയി ഖാൻ വന്നത്. മൊഡാൽ വെർബല്ലേ വന്നിരിക്കുന്നത്, അതുകൊണ്ട്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന കാര്യം ആദ്യം പറയും, അത് കഴിഞ്ഞിട്ട് ഡാമിറ്റ് വെച്ച് കഴിഞ്ഞ് നമ്മുടെ പർപ്പസ്, നമുക്ക് എന്താണോ ചെയ്യേണ്ടത്, പർപ്പസ് എന്താണോ അതാണ് രണ്ടാമത് വരുന്നത്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അന്ന ട്രൈഡ് ടു ഫീൽ സ്പോട്ട് സിമ്യോസ്റ്റേ ഫിറ്റ് ബ്ലൈബൻ. ബ്ലൈബൻ എന്നാണ്. അപ്പോൾ ഇത് 2 സെൻറ്റൻസ് ആക്കിക്കോ. അപ്പോൾ ഇത് ഡാമിറ്റ് ചേർത്ത് ഒരൊറ്റ സെൻറ്റൻസ് ആക്കുമ്പം നമ്മുടെ പർപ്പസിനെ നമ്മൾ ഡാമിറ്റ് കഴിഞ്ഞിട്ട് വെക്കണം. അപ്പം അന്ന ട്രൈഡ് ടു ഫീൽ സ്പോട്ട് കോമ ഡാമിറ്റ് സി ഫിറ്റ് ബ്ലൈബൻ. അന്ന കുറേ നേരം സ്പോട്ട് ട്രൈബൻ ചെയ്യും, കാരണം അവൾക്ക് ഫിറ്റായിട്ട് ഇരിക്കണം. അടുത്തതാണ് ഉംസു. ഉംസു എന്ന് പറഞ്ഞാൽ ഇൻ ഓർഡർ ടു തന്നെയാണ് വരുന്നത്. ഉംസു നമ്മൾ നേബൻസാസിലാണ് വെക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നേബൻസാസിൽ വെക്കുമ്പം ആമൻ്റെയിൽ വെർബ് ഫുൾ ഫോമിലാണ് പോകുന്നത്. ഓക്കെ, ആമൻ്റെയിൽ വെർബ് ഫുൾ ഫോമിലായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇഷ് ലേൺ ടോയ്സ് കോമ ഇൻ ടോയ്സ്ലാൻഡ് സു ആർബൈറ്റൻ. ഓക്കെ, എന്നിട്ട് എന്താ, ആ ക്യാൻ എന്നുള്ളത് ക്യൊന്നൻ എന്നായി ഫുൾ ഫോമിൽ തന്നെ ആമൻ്റെ വന്നിരിക്കുന്നു. അപ്പം അവിടെ ആ സു വന്നിരിക്കുന്നത് എന്താ, വന്നിരിക്കുന്നത് നമ്മൾ എന്താണ്, എങ്ങോട്ട് പോകാനായിട്ടാണ്, ടോയ്സ്ലാൻഡിലേക്കാണ്. അപ്പം അതിന് മുമ്പാണ് നമ്മൾ വെക്കുകയുള്ളൂ. സു വെക്കുന്നത് വെർബിന് മുമ്പായിരിക്കും. ഓക്കെ, ആ സെക്കൻഡ് സെൻറ്റൻസിൻ്റെ വെർബിന് മുമ്പായിരിക്കും സു വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആമൻ്റെയിൽ ഫുൾ വെർബായിട്ട് പോകും. അടുത്തൊരു എക്സാമ്പിളാണ് സി ഹാറ്റ് ഫീ ഗലേൺഡ് ദി പ്രൂഫും സു ബെസ്റ്റേയൻ. അവൾ കുറേ പഠിച്ചായിരുന്നു, എന്തിന്, പ്രൂഫും സു ബെസ്റ്റേയൻ, പ്രൂഫിങ്ങിൽ പാസ്സാവാൻ. പ്രൂഫും എക്സാം എന്നാണ്. അപ്പം ദി പ്രൂസും പിന്നെന്താ ബെസ്റ്റേയന് വെർബിന് മുമ്പായിട്ട് സു ആഡ് ചെയ്തു. അപ്പം നമ്മളൊരു ഡാമിറ്റ് അല്ലെങ്കിൽ ഉംസു കണക്ടോർ യൂസ് ചെയ്യുമ്പം പർപ്പസിനെ ചൂണ്ടിക്കാണിക്കേണ്ടത് കൊണ്ടായതുകൊണ്ട് അവിടെ മൊഡൽ വെർബായ മ്യോസ്റ്റൻ, വൊള്ളൻ, സൊള്ളൻ എന്നുള്ള വെർബ് നമ്മൾ യൂസ് ചെയ്യത്തില്ല. അതിന് പകരം നമ്മൾ ബാക്കി മൊഡൽ വെർബുകൾ യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പം പർപ്പസ് എന്താണോ അത് വെക്കുന്നതിന് മുമ്പായിട്ട് ഡാമിറ്റ് വെക്കും. ഡാമിറ്റ് വെച്ച് കഴിഞ്ഞായിരിക്കും പർപ്പസിൻ്റെ കാര്യം പറയുന്നത്. അതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് എഴുതുന്നത്.
അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉംസും ദാമിട്ടും ഒക്കെ നമുക്ക് എഴുതാൻ സാധിക്കും. മൊഡാൽ വെർബിൻ്റെ പ്രത്യയമാണ് നോക്കുന്നത്. പ്രത്യയം എന്ന് പറയുമ്പം സിമ്പിൾ പാസ്റ്റ്, കഴിഞ്ഞു പോയ കാര്യത്തെയാണ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേനും നമ്മളൊരു ഫോർമലായിട്ടുള്ള ലെറ്റർ എഴുതുമ്പം, റിപ്പോർട്ട് എഴുതുമ്പോൾ, സ്റ്റോറി, അതൊക്കെ നമ്മൾ തന്നെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ എഴുതുന്നത്. അപ്പം അത് അങ്ങനെയൊക്കെ എഴുതുമ്പോഴത്തേനും നമ്മൾ പറയുമ്പോഴത്തേനും യൂസ് ചെയ്യുന്നതാണ് പ്രത്യയം. ഓക്കെ, അപ്പോൾ മൊഡാൽ വെർബ് തന്നെയാണ് ഇവിടെയും വരുന്നത്. പിന്നെ ചെറിയ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. ഉംലോട്ട് വരത്തില്ല, പിന്നെ ടി ആഡ് ആവും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ക്യൊനൻ എന്നുള്ള മൊഡാൽ വെർബ് നമ്മൾ പ്രത്യയത്തിൽ വരുമ്പം ആ മൊഡാൽ വെർബ് ക്യൊണ്ടൻ എന്നാവും. അതായത് ഉംലോട്ട് മാറിയിട്ട് ടി ആഡ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് മൊഡാൽ വെർബിന് പ്രത്യയം ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യൊനൻ എന്നുള്ള മൊഡാൽ വെർബ് ക്യൊണ്ടൻ എന്നാകും. കുഡ് എന്നാണ് മീനിങ് വരുന്നത്. അടുത്തത് മ്യൂസൺ എന്നുള്ള മൊഡാൽ വെർബ് മ്യൂസ്റ്റൻ എന്നാകുന്നു. അതിൻ്റെ മീനിങ് മസ്റ്റ് ഹാവ് ടു എന്നാണ് വരുന്നത്. അടുത്തത് വൊള്ളൻ അത് വോൾട്ടൻ എന്നാകും. വാണ്ടഡ് എന്നുള്ള മീനിങ്. അടുത്തത് ഡ്യൂഫ്റ്റൻ എന്നാവും. ടു ബി അലൗഡ് എന്ന് മീനിങ്. അടുത്തത് സൊള്ളൻ അത് സോൾട്ടൻ എന്നാകും. സപ്പോസ്ഡ് ടു എന്ന് മീനിങ്. മ്യോഗൻ അത് മ്യോസ്റ്റൻ എന്നാവും. ഉംലോട്ടില്ല കേട്ടോ, ഉംലോട്ടില്ലാതെ മ്യോസ്റ്റൻ എന്നാവും. ലൈക്ക് ടു എന്ന് മീനിങ്. അപ്പോൾ ഇതിൻ്റെ കോൺജുഗേഷൻ നോക്കാം. കൊണ്ടൻ എന്നതിൻ്റെ കോൺജുഗേഷൻ വരുന്നത് ഈസ് കൊണ്ടെ, ടു കൊണ്ടസ്റ്റ്, എർസിയസ് കൊണ്ടെ, വിയർ കൊണ്ടൻ, ഇയർ കൊണ്ടറ്റ്, സി കൊണ്ടൻ. ഈ സെയിം മെത്തേഡ് തന്നെയാണ് എല്ലാ മൊഡാൽ വെർബിലും നമ്മൾ പ്രത്യയത്തിൽ എഴുതുമ്പോഴത്തേനും. ഉംലോട്ട് വരത്തില്ല. ഓക്കെ, വോൾട്ടെ, വോൾട്ടസ്റ്റ്, വോൾട്ടെ, വോൾട്ടൻ, വോൾട്ടറ്റ്, വോൾട്ടൻ. ഓക്കെ, ഇവിടെ ഞാൻ ഇനി അങ്ങോട്ട് പറയുന്നതിലൊന്നും നമ്മൾ ഇസ്, ദു, എർസിയസ് അങ്ങനത്തെ പേഴ്സണൽ പ്രൊണൗമൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അടുത്തതാണ് മ്യൂസൻ. മ്യൂസൻ്റെ നമ്മൾ പ്രത്യയത്തിൽ പറയുമ്പം മ്യൂസ്തൻ എന്നാവും. മ്യൂസ്റ്റെ, മിസ്റ്റസ്റ്റ്, മ്യൂസ്റ്റെ, മ്യൂസ്റ്റൻ, മ്യൂസ്റ്ററ്റ്, മ്യൂസ്റ്റൻ. അടുത്തത് ഡ്രിഫൻ്റെ അത് ഡ്രിഫ്റ്റൻ എന്നാവും. ഡ്രിഫ്റ്റെ, ഡ്രിഫ്റ്റസ്റ്റ്, ഡ്രിഫ്റ്റെ, ഡ്രിഫ്റ്റൻ, ഡ്രിഫ്റ്ററ്റ്, ഡ്രിഫ്റ്റൻ. ഓക്കെ, അടുത്തതാണ് വരുന്നത്. അടുത്തത് മാസ്റ്റൻ, ലൈക്ക് ടു എന്നാണ് മീനിങ്. മാസ്റ്റെ, മാസ്റ്റസ്റ്റ്, മാസ്റ്റെ, മാസ്റ്റൻ, മാസ്റ്ററ്റ്, മാസ്റ്റൻ. ഓക്കെ, ഉംലൗട്ട് ഇല്ല. പ്രത്യയം പറയുമ്പോൾ നമ്മൾ ഉംലൗട്ട് ആഡ് ചെയ്യില്ല, അതിന് പകരം നമ്മൾ ടി ആഡ് ചെയ്യും. അടുത്തത് എക്സാമ്പിൾ നോക്കാം. എനിക്ക് ടോയ്സ് പഠിക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ കയ്യിൽ ബുക്കില്ലായിരുന്നു. ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമ്മളത് ക്യൊണ്ടെ ചേർത്താണ് പറയുന്നത്. ഇഷ് ക്യൊണ്ടെ ദസ് ടോയ്സ് കോഴ്സ് ലേണൻ, നിഷ്ട് ടോയ്സ് കോഴ്സ് ലേണൻ എന്നാണ്. വൈൽ ഇഷ് കൈനെ ബുക്ക് ഹാബെ, കാരണം എൻ്റെ കയ്യിൽ ബുക്കില്ലായിരുന്നു. അടുത്തത് എനിക്കിന്ന് മസ്റ്റായിട്ട് ടോയ്സ് പഠിക്കണം, കാരണം നാളെ എനിക്ക് എക്സാം ഉണ്ട്. ഇഷ് മ്യസ്റ്റെ ഹോയ്റ്റെ ടോയ്സ് കോഴ്സ് ലേണൻ, വൈൽ ഇഷ് പ്രൂഫും മ്യോഹൻ ഹാബെ. ഇവിടെ നമ്മുടെ ഓരോ സെൻറ്റൻസിലും മ്യൂസ്റ്റേ അല്ലെ ക്യൊണ്ടെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആമൻറ്റിൽ നമ്മുടെ വെർബ് പോകുന്നത്, ഫുൾ ഫോമിൽ വെർബ് പോകുന്നതിൻ്റെ കാരണം ഇത് മൊഡാൽ വെർബാണ്, അതുകൊണ്ടാണ്. ഓക്കെ, മൊഡാൽ വെർബിൻ്റെ പ്രത്യയം. അടുത്തതാണ് സോൾട്ടസ്റ്റ് ടു നിഷ്ട് ഷോൺ എറ്റ്സെ ബോഹെ ദായന ഔസ് ഓഫ് കാപ്പി മാഹൻ. നീ നിൻ്റെ ഈ വീക്കിലെ ഔസ് ഓഫ് കാബെ ചെയ്തില്ലായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അടുത്തതാണ് സ്റ്റോർഫെ നിസ്റ്റ് നാക് പെർലിൻ റൈസ്, ദാ ഇഷ് കൈനെ റൈസ് കാർഡ് ഹാബ്. ഞാൻ ബെർലിനിൽ ട്രാവൽ ചെയ്തില്ല, കാരണം എനിക്ക് റൈസ് കാർഡ് ഇല്ലായിരുന്നു. അതായത് പാസ്പോർട്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അതായത് കുറച്ച് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പം തന്നെ നമുക്കിത് ഈ പോർഷൻ നമുക്ക് പഠിക്കാൻ പറ്റും. ഇത് പഠിക്കണം, ഇത് അത്യാവശ്യമായിട്ട് നമ്മൾ A2 ലെവലിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. മുൻപോട്ടൊക്കെ നമുക്ക് വേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ഗ്രാമർ പോർഷനാണ്. ബോറാലെ പ്രിപ്പോസിഷൻ, അതായത് ലൊക്കാലെ പ്രിപ്പോസിഷൻ.
ഇത് രണ്ടും സെയിം തന്നെയാണ്. ടൈമിനെ സൂചിപ്പിക്കുന്ന പ്രപ്പോസിഷനെയാണ് നമ്മൾ ഇങ്ങനെ ലൊക്കാലെ പ്രപ്പോസിഷൻ അല്ലെങ്കിൽ ടെമ്പൊറാലെ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നത് പ്രതിരിട്ടം, ടൈം, വെർബ്, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ് അങ്ങനെയാണ് വരുന്നത്. നമുക്കിത് സെൻറ്റൻസ് ആയിട്ട് എഴുതുമ്പോഴത്തേന് ഇങ്ങനെയാണ് വരുന്നത്. അല്ലാണ്ട് നമ്മളിപ്പം 1 മണിയായി, 2 മണിയായി എന്നൊക്കെ പറയുമ്പോഴത്തേന് നമുക്ക് ജസ്റ്റ് പ്രിഡിക്റ്റും ടൈമും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് എക്സാമ്പിളിലേക്ക് കിടക്കാം. ബിസ് എന്ന് പറഞ്ഞാൽ ടിൽ എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ടിൽ 1 o'clock, അതായത് 1 മണിയായി എന്ന് പറയുന്നത് ബിസ് ഐൻ ഉവർ. ഓക്കെ, അടുത്തതാണ് ഊബർ എന്ന് പറഞ്ഞാൽ എബൌട്ട് 1 hour എന്ന് പറഞ്ഞാൽ ഊബർ ഐൻ സ്റ്റുൻഡ്. അടുത്തതാണ് എന്ന് പറഞ്ഞാൽ അറ്റ് 10 o'clock എന്ന് പറയുന്നത് സെയിൻ ഉവർ. അടുത്തതാണ് ബിഫോർ എന്ന് പറയുമ്പോൾ ഫോർ ഐനും യാറ്, അതായത് ബിഫോർ 1 year, 1 വർഷത്തിന് മുമ്പ്. അടുത്തതാണ് സൈറ്റ് എന്ന് പറഞ്ഞാൽ സൈറ്റ് ഐനും യാറ്, സിൻസ് 1 year. നാഗ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ. അപ്പം നാഗ് ദം unterricht gehe ich in der Musikkurs. ക്ലാസ്സിന് ശേഷം ഞാൻ മ്യൂസിക് കോഴ്സിന് പോയി. ഓക്കെ, അപ്പം അവിടെ സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് വെർബും സബ്ജക്റ്റും ഒക്കെ വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് അപ്പ് എന്ന് പറഞ്ഞാൽ ഓൺ വേർഡ്സ്. അപ്പം എസ്റ്റേൺ യൂലി ലേണൻ വ്യൂ ടോയ്സ്. ജൂലൈ ആദ്യം ഞങ്ങൾ ടോയ്സ് പഠിക്കും. അപ്പം മുതൽ ജൂലൈ ആദ്യം മുതൽ, അതാണ് യൂലി എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം എസ്റ്റേൺ യൂലി ലേണൻ വിയർ ടോയ്സ്. അപ്പം ഇത്രേ ഉള്ളൂ, കുറച്ച് പ്രപ്പോസിഷനേ ഉള്ളൂ. ഇതൊരു ചെറിയൊരു ഗ്രാമർ പോർഷനാണ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സൈറ്റിനെ കുറിച്ച് പറയണം, അതായത് ടൈമിനെ കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ ഈ പ്രപ്പോസിഷൻ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് കമൻ്റ് ആയിട്ട് ഇടുവാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ നെക്സ്റ്റ് ഡേയ്സിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇൻഡയറക്റ്റ് ഫ്രാഗെ നമുക്ക് ഫ്രാഗയിലും ഉണ്ട്, യാവോർണയിലും ഉണ്ട്. 2 രീതിയിലും നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വരുന്നത് ഫ്രാഗയിൽ നമുക്ക് എങ്ങനെ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്നാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് ഫ്രാഗെ എന്നുള്ളത് എന്താണെന്ന് ആദ്യം നോക്കാം. ഇൻഡയറക്റ്റ് ഫ്രാഗെ ഈസ് മോർ പൊളൈറ്റ് ദാൻ ഡയറക്റ്റ് ഫ്രാഗെ. ഡയറക്റ്റ് ഫ്രാഗയേക്കാളും കൂടുതൽ പൊളൈറ്റാണ് ഇൻഡയറക്റ്റ് ഫ്രാഗെ. ഓക്കെ, അപ്പോൾ ഇൻഡയറക്റ്റ് ഫ്രാഗെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളിൽ നിന്നും അറിയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് പറയുന്നതും നേരിട്ട് അറിയുന്നതൊക്കെയാണ് ഡയറക്റ്റ് ഫ്രാഗെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ നോക്കാം. ഒരു ഇൻഡയറക്റ്റ് ഫ്രാഗയുടെ സെൻറ്റൻസ് സ്ട്രക്ചറാണ് പേഴ്സൺ, ക്വസ്റ്റ്യൻ വേർഡ്, സബ്ജക്റ്റ്, വെർബ്. പിന്നെ വേർഡ് ഫ്രാഗെ വരുമ്പം ക്വസ്റ്റ്യൻ വേർഡ്, വെർബ്, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. വി ഈസ് ദൈനെ പ്രൂഫും. എങ്ങനെയുണ്ടായിരുന്നു നിൻ്റെ പ്രൂഫും എക്സാം? അത് ഡയറക്റ്റായിട്ട് നമ്മൾ ഒരാളോട് ചോദിക്കുന്ന ചോദ്യം. ഈ സെൻറ്റൻസിൽ നമുക്ക് എങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ നോക്കാം. മൈനെ മുട്ടർ ഫ്രാഗ്ഡ്. എൻ്റെ മദർ ചോദിച്ചു. വി ദൈനെ പ്രൂഫും ഈസ്റ്റ്. ഓക്കെ, അതായത് പേഴ്സണായ മുട്ടർ, എൻ്റെ മുട്ടർ, മൈനെ മുട്ടർ പേഴ്സൺ, ഫ്രാഗ്ഡ് എന്ന് പറഞ്ഞ് കോമ ഇടുക. അപ്പം പേഴ്സണായി, അടുത്തത് ക്വസ്റ്റ്യൻ വേർഡായ വി, പിന്നെ ദൈനെ പ്രൂഫും ഒബ്ജക്റ്റായി ഏറ്റവും ആമൻ്റെയിൽ ഈസ്റ്റ് എന്നുള്ള വെർബുമായി. ഓക്കെ, അടുത്തൊരു എക്സാമ്പിളാണ് വോ കൗഫ് ദു ദസ് ബുക്ക്. എവിടെ നിന്നാണ് ബുക്ക് കൗഫൻ ചെയ്തതെന്ന്. സി ഫ്രാഗ്ഡ് മിയർ. അവൾ എന്നോട് ചോദിച്ചു. വോ ദു ദസ് ബുക്ക് കൗഫ്ഡ്. എവിടെ നിന്നാണ് നീ ബുക്ക് വാങ്ങിച്ചത്. അടുത്തൊരു എക്സാമ്പിളാണ് വോ കൗഫ്ഡ് ദു ദസ് ഫൂസ്ബാൾ. ഫൂസ്ബാൾ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ നീ എവിടെ നിന്നാണ് വാങ്ങിച്ചത്. അത് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണത്. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പം മൈന ഫ്രോയിൻഡ് ഫ്രാഗ്ഡ്. അത് നമുക്ക് ആര് ചോദിച്ചതാണെന്നുള്ളത് നമുക്ക് അറിയാമെങ്കിൽ അത് പറയാം. ഇവിടെ
ഇവിടെ നമുക്ക് ഫ്രോയിഡ് ചോദിച്ചതായിട്ട് നമുക്ക് പറയാം. ഫ്രോയിഡ് ഫ്രാഗ്ഡ് മിയർ. എൻ്റെ ഫ്രണ്ട് എന്നോട് ചോദിച്ചു, വോ ടു ദാസ് ഫോസ്ഫാൾ കൗഫ്റ്റ്. എവിടെ നിന്നാണ് നീ ഈ ഫോസ്ഫാൾ വാങ്ങിച്ചത്? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ എളുപ്പമായിട്ടുള്ളൊരു ഗ്രാമർ പോർഷനാണ്. ഇത് മനസ്സിലാക്കിയിരിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഫ്രാഗ് നമുക്ക് വേ ഫ്രാഗിൽ എങ്ങനെ ചോദിക്കാമെന്ന് പഠിക്കാൻ പറ്റും. ഇത് യാവോർനൈനാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യാവോർനൈൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചറാണ് വെർബ്, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്. അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇസ് ദ റെസ്റ്റിക്, അങ്ങനെ. ഓക്കെ, അപ്പോഴത്തേനും നമ്മളിവിടെ യാവോർനൈൻ ആയതുകൊണ്ട് നമുക്ക് യാവോർനൈൻ ഫ്രാഗിൽ നമുക്ക് വേ ഫ്രാഗ് വരുന്നില്ല, അതായത് ക്വസ്റ്റ്യൻ വേർഡ് വരുന്നില്ല. അതുകൊണ്ട് ആ പൊസിഷനിൽ നമ്മൾ ഒബ് ആഡ് ചെയ്യും. ഒബ് ആഡ് ചെയ്തായിരിക്കും നമ്മൾ എന്ത് സെൻറ്റൻസ് മേക്ക് ചെയ്യും, എന്നിട്ട് പറയുകയൊക്കെ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഈസ് ദ മറിയ ഫർഹൈറ്റഡ്. ഫർഹൈറ്റഡ് എന്ന് പറഞ്ഞാൽ മാരീഡ് എന്നാണ്. മരിയ മാരീഡ് ആണോ എന്നൊരു ഡയറക്റ്റ് ഫ്രാഗയാണ് അത് തന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഇൻഡയറക്റ്റ് ഫ്രാഗയിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ടോം ഫ്രാഗ്ഡ് ഓഫ് മറിയ ഫർഹൈറ്റഡ് ഈസ്. ടോം ചോദിച്ചു, മരിയ മാരീഡ് ആണോ? അപ്പം നമ്മൾ അവിടെ വേഫ്രായ്ക്ക് പകരമാണ് അവിടെ ഒബ് ആഡ് ആക്കുന്നത്. ഒബ് എന്ന് പറഞ്ഞാൽ ഇഫ് എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇസ് ദി പ്രൂഫും ഐൻഫാഗ്. എക്സാം ഈസി ആയിരുന്നു. അപ്പം നമുക്ക് എന്താണ് ഈ ഡയറക്റ്റ് ഫ്രാഗ് ഇൻഡയറക്റ്റ് ഫ്രാഗ് ആക്കുന്നത് നോക്കാം. പ്രിയ ഫ്രാഗ്ഡ് ഓഫ് ദി പ്രൂഫും ഐൻഫാഗ് ഈസ്. പ്രിയ ചോദിച്ചു, പരീക്ഷ ഈസി ആയിരുന്നു. ഓക്കെ, അടുത്തത് സ്പീൽസ് ടു ഗേൺ ഫോസ്ഫാൾ. ഫോസ്ഫാൾ കളിക്കാൻ ഇഷ്ടമാണോ? അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇൻഡയറക്റ്റ് വരുമ്പം ടോം ഫ്രാഗ്ഡ് ഓഫ് ദു ഗ്രേൺ ഫോസ്ഫാൾ സ്പീൽസ്ഡ്. ടോം ചോദിച്ചു, ഫോസ്ഫാൾ കളിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അപ്പം ഇൻഡയറക്റ്റ് ഫ്രാഗിൽ യാവോർനൈനിൽ ഒറ്റ വ്യത്യാസമുള്ളൂ, വേ ഫ്രാഗ് ഇല്ലാത്തത് കൊണ്ട് അതിന് പകരം ഒബ് ആഡ് ചെയ്ത് പറയുന്നു, സെൻറ്റൻസ് മേക്ക് ചെയ്തു. വെർഡൻ എന്നുള്ള ഗ്രാമർ പോർഷനാണ്. വെർഡൻ എന്ന് പറഞ്ഞാൽ ടു ബിക്കം അല്ലെ ഷാൾ, വിൽ എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. നമ്മൾ ഫ്യൂച്ചർ കാര്യങ്ങൾ പറയാനാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് രണ്ടായിട്ട് ഈ വെർബിനെ നമുക്ക് വെർഡൻ എന്നുള്ള വെർബിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഫുൾ വെർബായിട്ടും യൂസ് ചെയ്യാം, ഇൽഫിംഗ് വെർബായിട്ടും യൂസ് ചെയ്യാം. ഫുൾ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാധാ സെൻറ്റൻസിൽ വെർബ് കോൺജുഗേറ്റ് ചെയ്ത് എഴുതുന്നത്. ഇൽഫിംഗ് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് സെൻറ്റൻസിനകത്ത് യൂസ് ചെയ്യുന്നത് ഇൽഫിംഗ് വെർബ് ഇല്ലേ സെക്കൻഡ് പൊസിഷനിൽ, അതുപോലെ യൂസ് ചെയ്യുന്നതാണ് ഹെൽഫിംഗ് വെർബ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമർ പോർഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കോൺജുഗേഷൻ നോക്കാം. കോൺജുഗേഷൻ ഓഫ് വെർഡൻ. വെർഡൻ്റെ കോൺജുഗേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു എക്സ്പ്രഷണൽ കേസസ് ഉണ്ട്. അതായത് ഇ എന്നുള്ളത് ഐ ആയിട്ട് മാറും. എസ് സി എസിലും ദൂവിലും ഇ എന്നുള്ളത് ഐ ആയിട്ട് മാറും. അപ്പം നമുക്ക് കോൺജുഗേഷൻ നോക്കാം. ഇഷ് വെർഡ്, ദു വെർസ്റ്റ്, എർസിയസ് വെർഡ്, വിയർ വെർഡൻ, ഇയർ വെർഡഡ്, സീസി വെർഡൻ. ഓക്കെ, ഇങ്ങനെയാണ് കോൺജുഗേഷൻ വരുന്നത്. ഇനി എക്സാമ്പിൾ. mag ein ആർട്സ് വെർഡൻ. അവന് ആർട്സ് ആകാൻ ആഗ്രഹമുണ്ട്. ഇഷ് വെർഡെ ein ടെക്നിക്കർ. എനിക്ക് ടെക്നിക്കർ ആകണം. ഇഷ് വെർഡെ eine Ärztin. എനിക്കൊരു ഡോക്ടർ ആകണം. സി mag eine Lehrerin werden. അവൾക്ക് ഒരു ടീച്ചർ ആകാൻ ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ ആകണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാനുള്ള ഫ്യൂച്ചർ കാര്യങ്ങളാണ് നമ്മൾ വെർഡൻ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് വെർഡൻ ഹാസ് എ പ്രറ്റരിറ്റം. പ്രറ്റരിറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കെയിം, കഴിഞ്ഞു പോയ കാര്യം പറയുക, ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ആ വെർഡനുള്ള ഫോം പ്രറ്റരിറ്റൽ വരുമ്പോഴത്തേനും വുർഡൻ എന്നാവും. ബിക്കെയിം, വുർഡൻ. അപ്പോൾ വുർഡൻ എന്ന് വരുമ്പോഴത്തേനും അതിൻ്റെ കോൺജുഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം.
Ich wurde, du wurdest, sie wurde, wir wurden, ihr wurdet, sie wurden. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. സി wurde 20 Jahre alt. അവൾക്ക് 20 വയസ്സ് കഴിഞ്ഞു. wurde ein Mathelehrer. അവൻ ഒരു മാത്സ് ടീച്ചർ ആയിക്കഴിഞ്ഞിരിക്കുന്നു. സി wurde eine Ärztin. അവൾ ഒരു ഡോക്ടർ ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മീനിങ് വരുന്നത്. അതായത് അവളൊരു ഡോക്ടർ ആയി. പാസ്റ്റ് ആണ്. ഓക്കെ, പ്രത്യയം വരുമ്പം പാസ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ കാര്യങ്ങൾ ഇത്രയും ആയി എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് werden imperfect. werden പെർഫെക്റ്റിലേറ്റായിട്ട് പറയുമ്പോഴത്തേനും werden എന്നുള്ള വെർബിനെ നമ്മൾ പാർട്ടിസിപ്പ് തൊഴിലാക്കിയാണ് പെർഫെക്റ്റ് പറയുന്നത്. അപ്പം അത് geworden എന്നാകും. എക്സാമ്പിൾ, ich bin einen Arzt geworden. ഞാനൊരു ആർട്സ് ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയും. സി ഈസ് eine Lehrerin geworden. അവളൊരു ലേററിൻ ആയിക്കഴിഞ്ഞിരിക്കുന്നു. werden എന്നുള്ള വെർബ്, സാധാ വെർബ് പ്രകൃതത്തിലേക്ക് വരുമ്പം wurden എന്നാകുന്നു. പെർഫെക്റ്റിലേക്കാകുമ്പം അത് പാർട്ടിസിപ്പ് സോയിലേക്ക് മാറി അത് geworden എന്ന് ആയിരിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. കോൺജുഗേഷനും അതുപോലെ തന്നെ ഏത് കേസിലാണ് പറയുന്നത്, പെർഫെക്റ്റിലാണോ പ്രത്യയത്തിലാണോ എന്നൊക്കെ പറയുന്നത്, അതും ഒന്ന് സെൻറ്റൻസ് നോക്കിയിട്ട് കറക്റ്റ് രീതിയിൽ കോൺജുഗേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. വളരെ എളുപ്പമാണ്. എക്സൽ പ്രിപ്പോസിഷൻ ആണ്. എക്സൽ പ്രിപ്പോസിഷനെ നമ്മൾ ചേഞ്ചിങ് പ്രിപ്പോസിഷൻ എന്ന് പറയും, സ്വാഭാവിക പ്രിപ്പോസിഷൻ എന്നും പറയും. അപ്പോൾ ഇവിടെ അക്യുസാറ്റീവിലും ഡാറ്റീവിലും നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. അക്യുസാറ്റീവിലാണെങ്കിൽ മൊമെൻ്റ് ഉണ്ടായിരിക്കും. അവിടെ അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡായിട്ട് വരുന്നത് wohin എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡാണ്. അതായത് എവിടേക്ക്, എങ്ങോട്ട്. അടുത്തതാണ് ഡാറ്റീവ്. ഡാറ്റീവിന് നമ്മൾ വിത്തൗട്ട് മൂവ്മെൻറ്റ് ഇല്ലാത്ത വ്യക്തികളെ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ആയിരിക്കും അവിടെ വരുന്നത്. അവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ് വരുന്നത് വോ എന്നാണ്, എവിടെ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമർ പോർഷനാണ്. അടുത്തത് 10 പ്രപ്പോസിഷനാണ്. അതായത് എക്സൽ പ്രപ്പോസിഷൻ. അൻ, അറ്റ് അല്ല നിയർ ടു, ഓഫ്, ഓൺ, ഹിൻഡർ, ബിഹൈൻഡ്, ഇൻ, നെയ്ബർ, നിയർ, നെക്സ്റ്റ് ടു, over, over, far, in front of, zwischen, between, under, ഉണ്ടറിൻ്റെ സ്പെല്ലിംഗ് അവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. UNTR അങ്ങനെയാണ്, UNTER എന്നാണ് സ്പെല്ലിങ്. അണ്ടർ എന്ന മീനിങ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 2 രീതിയിലുണ്ട് സെൻറ്റൻസ്, അക്യുസാറ്റീവും ഡാറ്റീവും ഉണ്ട്. ആദ്യം നമുക്ക് അക്യുസാറ്റീവ് നോക്കാം. അക്യുസാറ്റീവിൽ നമ്മൾ മെയിനായിട്ട് വരുന്ന സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്ന വെർബുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാങ്ങൺ, ടു ഹാങ്, സ്റ്റെല്ലൻ, ടു പ്ലേസ്, ലേഗൻ, ടു പുട്ട്, ടു പ്ലേസ്. ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ്, വെർബ്, പ്രപ്പോസിഷൻ, അക്യുസാറ്റീവ് ഒബ്ജക്റ്റ്. അതായത് അക്യുസാറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് അക്യുസാറ്റീവ് ഒബ്ജക്റ്റ്. ഫോർ എക്സാമ്പിൾ നോക്കാം. Ich stelle die Flasche auf den Tisch. ഞാൻ ടേബിളിൻ്റെ മുകളിൽ ഫ്ലാഷ്, ബോട്ടിൽ സ്റ്റാൻഡ് വെച്ചിരിക്കുന്നു. Ich hänge das Bild on the wall. അതായത് വാളിൽ ഒരു പിക്ചർ ഹാങ് ചെയ്തിരിക്കുന്നു. The cat sits hinter den Baum. അതായത് ട്രീയുടെ ബിഹൈൻഡ് ആയിട്ട്, പുറകിലായിട്ട് കാറ്റ്സ് ഇരിക്കുന്നു. The hund sits under the dish. അതായത് ഹുണ്ട് ടേബിളിൻ്റെ അടിയിൽ, അണ്ടറിൽ ഇരിക്കുന്നു. അടുത്തത് ich stehe die Lampe über das Bett. ബെഡിൻ്റെ അടുത്ത് തന്നെ, ഓവർ ദ ബെഡിൻ്റെ അടുത്ത് തന്നെയാണ് ലാമ്പ് സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത്. Ich stelle das Fahrrad neben den Baum. ട്രീയുടെ അടുത്ത് തന്നെയാണ്, നേബൻ, നിയർ, അവിടെ അടുത്ത് തന്നെയാണ് ഫറാഡും സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത്. Ich stehe vor meine Auto. ഞാൻ എൻ്റെ ഔട്ടോയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്.
ഇത്രേ ഉള്ളൂ. അക്യൂസാറ്റീവ് ആകുമ്പോഴത്തേനും നമ്മൾ ഒബ്ജക്റ്റിന് മുമ്പ് അക്യൂസാറ്റീവ് രീതിയിൽ എഴുതുന്നു. അടുത്തത് ദാറ്റീവ്. ദാറ്റീവിൽ വരുന്ന രണ്ട് വെർബുകൾ എന്ന് പറഞ്ഞാൽ സ്റ്റേയൺ ടു സ്റ്റാൻഡ്, ലീഗൻ ടു ലീ, അതാണ് വരുന്നത്. സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ്, വെർബ്, പ്രപ്പോസിഷൻ, അതായത് ദാറ്റീവ്, ഒബ്ജക്റ്റ്, ഇതാണ് സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നത്. നമ്മൾ ദാറ്റീവ് രീതിയിൽ ഒരു വെക്സൽ പ്രപ്പോസിഷൻസ് യൂസ് ചെയ്ത് സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പം ദാറ്റീവ് വെർബായ സ്റ്റേയൺ, ലേഗൻ എന്നാണ് യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് വെർബുകളായിരിക്കും ആ സെൻറ്റൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒരു മാറ്റം വരുന്നത് ഇത്രേ ഉള്ളൂ. ആ ഒരു ആർട്ടിക്കിൾ മാത്രമേ മാറുള്ളൂ. ഓരോ സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പം ആ അക്യൂസാറ്റീവിൽ വന്നപ്പം ദെൻ ടിഷ് എന്നുള്ളത് ഇവിടെ ദെം ആർട്ടിക്കിൾ അനുസരിച്ച് അത് ദാറ്റീവിലേക്ക് മാറുന്നു. അക്യൂസാറ്റീവ് അത് ദാറ്റീവിലേക്ക് മാറുന്നു. ആ ഒരു ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി ഒരു ചേഞ്ചും വരുന്നില്ല. എക്സാമ്പിൾ: ദി ഫ്ലാഷ് സ്റ്റേക്ക് ഔഫ് ദം ടിഷ്, ദ സ്പിൽഡ് ഹാങ്ഡ് ആൻ ദർ wand, the cat sits hinder them bow, the lamp sat over them bed. അതായത് then bed അത് them ബെഡായി, then ബാവും them ബാവുമായി, the wand അത് their വാണ്ടായി. കണ്ടോ, അതൊക്കെ അക്യൂസാറ്റീവിൽ നിന്നും ദാറ്റീവായി. അത്രയേ ഉള്ളൂ. കമ്പറാറ്റീവ് ആൻഡ് സൂപ്പർലാറ്റീവ് എന്ന് പറഞ്ഞ ഗ്രാമർ പോർഷൻസ് ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലെ ഫാസ്റ്റസ്റ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഗ്രാമർ പോർഷനാണ് ഇവിടെ നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ അടുത്ത ഗ്രാമർ പോർഷനായ അഡ്ജക്റ്റീവ് എൻഡുങ്ങൻ, അതായത് നൊമിനാറ്റീവ്, അക്യൂസാറ്റീവ്, ഡാറ്റീവ്, ഇങ്ങനെയൊക്കെ ഓരോ കേസിലും നമ്മൾ എൻഡുങ്ങൻ ആഡ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്രാമർ പോർഷൻ നമ്മൾ ഇത് മസ്റ്റായിട്ട് കോമ്പറാറ്റീവ് സൂപ്പർലാറ്റീവും അറിഞ്ഞിരിക്കണം. നമ്മൾ അയൻ അഡ്ജക്റ്റീവ് ഹാഡ് 3 ഫോമൻ, അതായത് ഒരു അഡ്ജക്റ്റീവിന് നമ്മൾ 3 ഫോമുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് പോസിറ്റീവ്, കോമ്പറാറ്റീവ്, സൂപ്പർലാറ്റീവ്, അങ്ങനെ 3 എണ്ണമായിട്ട്. ഒരു അഡ്ജക്റ്റീവ് തന്നെ 3 എണ്ണമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എക്സാമ്പിൾ നോക്കിയാൽ ഷോൺ, ഷോണർ, ഷോണസ്റ്റൻ. കോമ്പറാറ്റീവിൽ നമ്മൾ എപ്പോഴും അഡ്ജക്റ്റീവ് ER ആഡാവും. സൂപ്പർലാറ്റീവിൽ നമ്മുടെ എന്താണ് ആം എന്നും ആഡാവും. അത് കഴിഞ്ഞ് അഡ്ജക്റ്റീവ് പിന്നെ ആമൻ്റെയിൽ നമ്മൾ ESTN അല്ലെങ്കിൽ STN ആഡാക്കും. ഓക്കെ, അപ്പോൾ കോമ്പറാറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. വെൻ മൻസ് വോയിസ് സാഗൻസ് ഫെർട്ടിലൈസ് താൻ ബെനൂട്ട്സ് മൻ കോമ്പറാറ്റീവ്. അതായത് രണ്ട് സാഗൻസ്, രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ, ഫെർട്ടിലൈസ് എന്ന് വെച്ചാൽ കമ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കോമ്പറാറ്റീവ്. കോമ്പറാറ്റീവിൻ്റെ ഫോമാണ് അവിടെ കൊടുത്തിരിക്കുന്ന ബ്രാക്കറ്റിൽ അഡ്ജക്റ്റീവ് പ്ലസ് ER. ഓക്കെ, സൂപ്പർലാറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ മൻ മോർ ആൽസ് വൈസ് സാഗൻസ് ഫെർട്ടിലൈസ്ഡ്. അതായത് രണ്ടിൽ കൂടുതൽ കുറേ ആൾക്കാർ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ സാധനങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സൂപ്പർലാറ്റീവ് എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നത് പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് ESTN. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. അൻ കാറ്റ് സേ ഇറ്റ്സ് സ്മെൽ, അത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. സാധാ അഡ്ജക്റ്റീവ് ആണ് അവിടെ സ്മെൽ എന്ന് കൊടുത്തിരിക്കുന്നത്. ഐൻ ഹാസ് എ ഈസ് സ്നെല്ലർ. കണ്ടോ, ആ സ്നെൽ എന്നുള്ള അഡ്ജക്റ്റീവിൻ്റെ കൂടെ ER കൂടെ ആയി, അപ്പോൾ അത് കോമ്പറാറ്റീവായി, സ്നെല്ലർ. അടുത്തത് ഐൻ പെഫർ ദീസ് സ്നെല്ലസ്റ്റേൺ. സ്നെല്ലസ്റ്റേൺ എന്ന് പറഞ്ഞാൽ അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്താണ് അഡ്ജക്റ്റീവും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് ആമൻ്റെ STN എന്ന് ആഡ് ചെയ്തു. ESTN എന്ന് പകരം STN എന്നാണ് ആഡ് ചെയ്തത്. അതിനൊരു സ്പെഷ്യൽ കേസസ് ഉണ്ട്. ആഡ് ചെയ്തായിരിക്കും നമ്മൾ എപ്പോഴും സൂപ്പർലാറ്റീവ് പറയുന്നത്. അഡ്ജക്റ്റീവ് മിഡ് എൻഡുങ്ങൻ. അഡ്ജക്റ്റീവ് മിഡ് എൻഡുങ്ങൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്ജക്റ്റീവിനകത്ത് എൻഡുങ്ങൻ ഏതൊക്കെയാണ് വരുന്നത് നോക്കണം. TS, SH, സാഫസ്, Z, TZ, X ഇതൊക്കെയാണ് വരുന്നതെങ്കിൽ സൂപ്പർലാറ്റീവിൽ നമ്മൾ മാറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത്. സൂപ്പർലാറ്റീവിൽ നമ്മൾ ഈ അഡ്ജക്റ്റീവിൻ്റെ ഒക്കെ എൻഡുങ്ങൻ ഈ അക്ഷരത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്താണ് ESTN ആയിരിക്കും നമ്മൾ ആഡാക്കുന്നത്, അഡ്ജക്റ്റീവിൻ്റെ ആമൻ്റെയിൽ ആഡാക്കുന്നത്. സൂപ്പർലാറ്റീവിൽ മാത്രമേ ഇത് ചേഞ്ച് ആവത്തുള്ളൂ.
നോക്കാം. പോസിറ്റീവ്, കൊമ്പറാറ്റീവ്, സൂപ്പർലാറ്റീവ് എന്ന് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോന്നിൻ്റെ താഴെ അതിൻ്റെ ഫോമും എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ബ്രൈറ്റ്, ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റർ, ആഡായി. ബ്രൈറ്റസ്റ്റൻ, ബ്രൈറ്റസ്റ്റൻ, ESTN ആഡായതിൻ്റെ കാരണം ആമൻഡയിൽ ടി ആണ് വന്നിരിക്കുന്നത്. അഡ്ജക്റ്റീവിൻ്റെ ആമൻഡയിൽ ടി ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ സൂപ്പർലാറ്റീവിൻ്റെ കൂടെ ESTN ആണ് ആഡായത്. ഓക്കെ, അടുത്തതാണ് ഹൈസ്. ഹൈസ് എന്ന് പറഞ്ഞാൽ ഹൈസർ, ഹൈസസ്റ്റൻ, ESTN ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് സഫസ് വന്നിരിക്കുന്നുണ്ട്. ലൗഡ്, ലൗട്ടർ, ലൗഡസ്റ്റൻ. സ്ലെക്ട്, സ്ലെക്ടർ, സ്ലെക്ടസ്റ്റൻ. റഷ്, റഷർ, റഷസ്റ്റൻ. ഫിറ്റ്, ഫിറ്റർ, ഫിറ്റസ്റ്റൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ ആമൻ്റെയും ഓരോ അഡ്ജക്റ്റീവിൻ്റെയും ആമൻ്റെ നോക്കി അതനുസരിച്ചാണ് നമ്മൾ സൂപ്പർലാറ്റീവിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ESTN അല്ലെങ്കിൽ STN ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തത് അഡ്ജക്റ്റീവ് മിറ്റ്, എൻഡുങ്ങൺ, കൊമ്പറാറ്റീവ്. കൊമ്പറാറ്റീവിലെ എൻഡുങ്ങൺ ഇതൊക്കെയാണ് വരുന്നതെങ്കിൽ, അതായത് അഡ്ജക്റ്റീവിൻ്റെ എൻഡിൽ EL ER ആ വരുന്നെങ്കിൽ, അഡ്ജക്റ്റീവിൽ വരുന്നെങ്കിൽ ആ കൊമ്പറാറ്റീവിലെ നമുക്ക് എന്താണ് ഒരു ക്യാൻസൽ ആക്കിയായിരിക്കും എഴുതുന്നത്. എക്സാമ്പിൾ നോക്കാം. അത് ഡുങ്കൽ എന്നുള്ള EL എന്നാണ് വന്നേക്കുന്നത്. ഡുങ്കൽ EL ആയിട്ടുണ്ട്. അപ്പോൾ EL അഡ്ജക്റ്റീവിലുള്ളത് ആ ക്യാൻസൽ ആവും. ER EL ഒക്കെയാണ് ആ അഡ്ജക്റ്റീവ് എൻഡിങ്ങൺ ചെയ്യുന്നതെങ്കിൽ, പോസിറ്റീവ് കണ്ടോ എൻഡിങ്ങൺ ചെയ്യുന്നെങ്കിൽ അവിടെ നമ്മൾ ഒരു ക്യാൻസൽ ആക്കും. അതായത് ആ അവസാനം വന്നിരിക്കുന്ന ഒക്കെ ക്യാൻസൽ ആക്കിയിട്ടായിരിക്കും നമ്മൾ ബാക്കി എൻഡിങ്ങനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. സൂപ്പർലാറ്റീവിലും കൊമ്പറാറ്റീവിലൊക്കെ എൻഡിങ്ങൺ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ ക്യാൻസൽ ആക്കിയിട്ടായിരിക്കും. ഡുങ്കൽ, ഡുങ്ലർ, ഡുങ്കൽസ്റ്റൻ. ടോയർ, ടോയറർ, ടോയർസ്റ്റൻ. സോയറർ, സോയർസ്റ്റൻ. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അടുത്തതാണ് അഡ്ജക്റ്റീവ് എൻഡിങ്ങൺ ഇൻ കൊമ്പറാറ്റീവ് ഓർ സൂപ്പർലാറ്റീവ്. കൊമ്പറാറ്റീവിലും സൂപ്പർലാറ്റീവിലും നമ്മുടെ അഡ്ജക്റ്റീവ് എൻഡിങ്ങൺ മാറ്റം വരുന്നതിൻ്റെയാണ്. അതായത് ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ. എ എന്നുള്ള അക്ഷരം ഉംലോട്ടാവും, അത് ഉംലോട്ടാവും, അത് ഉംലോട്ടാവും. അങ്ങനെ ചേഞ്ച് ആകും. ഓക്കെ, എല്ലാത്തിലും കൊമ്പറാറ്റീവിലും സൂപ്പർലാറ്റീവിലും ചേഞ്ച് ആവും. അപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കാം. എന്നുള്ളത് എന്താണ്? എന്നാവും. എന്നുള്ളത് ആവും. സ്റ്റർ. ഓക്കെ, ആ കൊമ്പറാറ്റീവിലൊക്കെ എന്താണ് ER ആഡാവും. പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആണ്. എന്നുള്ളത് ഏംസ്റ്റർ ഏമർ ആവും. എന്നുള്ളത് യുങ്ങർ ആവും. ഗസൂണ്ട് എന്നുള്ളത് ഗസൂണ്ടർ എന്നാവും. ബാം എന്നുള്ളത് ബേമർ എന്നാവും. ഓക്കെ, സൂപ്പർലാറ്റീവ് വരുമ്പം ഏംസ്റ്റൻ, യുങ്ങസ്റ്റൻ, ഗസൂണ്ടസ്റ്റൻ. ESTN ആണ് അവിടെ വന്നിരിക്കുന്നത്. കാരണം അവിടെ D ആണ് എൻഡിങ്ങനായിട്ട് വന്നിരിക്കുന്നത്. വേംസ്റ്റൻ. അപ്പം ഇത്രേ ഉള്ളൂ. അടുത്തത് വരുന്നതാണ് ഉൺറേഗൽമെസ്സിക് അഡ്ജക്റ്റീവ്. ഉൺറേഗൽമെസ്സിക് എന്ന് വെച്ചാൽ ഇറഗുലർ ആയിട്ടുള്ള അഡ്ജക്റ്റീവ് വരുമ്പം ഇതിൻ്റെ 3ഉം വ്യത്യാസമായിരിക്കും വരുന്നത്. പക്ഷെ ആഡാക്കുന്നതൊക്കെ സെയിം തന്നെ ആയിരിക്കും. ER ആയിരിക്കും കൊമ്പറാറ്റീവിൽ, പിന്നെ സൂപ്പർലാറ്റീവിൽ പിന്നെ അവസാനം ആമൻ്റെയിൽ അതനുസരിച്ച് നോക്കി അഡ്ജക്റ്റീവ് എൻഡിങ്ങൺ നോക്കി ആഡാക്കും. അത്രേ വരുന്നുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. ഗുഡ്, ബെസർ, ബെസ്റ്റൻ. നോഹ്, ഹ്യോഹർ, ഹ്യോഹ്സ്റ്റൻ. ഫീൽ, മേർ, മൈസ്റ്റൻ. ക്രേൺ, ലീബർ, ലീബ്സ്റ്റൻ. അപ്പം ഇതൊക്കെയാണ് ഉൺറേഗലായിട്ട് വരുന്നത്. ഇനിയും കൂടുതലുണ്ട്. അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെർബ് മിറ്റ് പ്രപ്പോസിഷൻ ആണ്. അതായത് പ്രപ്പോസിഷൻ്റെ കൂടെ തന്നെ ഈ വെർബുകൾ മാത്രമേ വരത്തുള്ളൂ. അപ്പം അതാണ് ഇന്നത്തെ ഗ്രാമർ പോർഷൻ നോക്കാൻ പോകുന്നത്. ഞാനിവിടെ 3 റൗണ്ട് ഷേപ്പിൻ്റെ അകത്ത് കുറച്ച് പ്രപ്പോസിഷൻ, ഡാറ്റീവും അക്യൂസാറ്റീവിൻ്റെ ഒക്കെ പ്രപ്പോസിഷൻ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ ആ സർക്കിളിനകത്ത് വരുന്നതാണ് ഡാറ്റീവ് പ്രപ്പോസിഷനും. അത് കഴിഞ്ഞിട്ട് അവസാനം കൊടുത്തിരിക്കുന്നതാണ് അക്യൂസാറ്റീവ് പ്രപ്പോസിഷൻ. അവിടെയാണ് അത് എഴുതിയിട്ടുണ്ട്, അക്കു ഡാറ്റീവ് എന്നും. ഇത് അക്യൂസാറ്റീവിലും ഡാറ്റീവിലും വരുന്ന പ്രപ്പോസിഷനാണ് അതിൻ്റെ നടുക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഡാറ്റീവിലും വരുന്നത് അബ്, സു, ഔസ്, ഭൈ, നാഗ്,
von aus mit gegenüber Seite. അടുത്തത് അക്യൂസാറ്റീവ്. based on a für durch gegen അപ്പോൾ അക്യൂസാറ്റീവിലും ഡാറ്റീവിലും വരുന്നതാണ് അതിൻ്റെ നടുക്ക് എഴുതിയിരിക്കുന്നത്. an zwischen über hinter nehmen unter in über auf. ഇനി അടുത്തത് വെർബൻ വിത്ത് പ്രപ്പോസിഷൻ, അതായത് പ്രപ്പോസിഷൻ്റെ കൂടെ തന്നെ അതിൻ്റെ വെർബുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രൗമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രീം, അതിൻ്റെ കൂടെ വരുന്ന പ്രപ്പോസിഷനാണ് ഫോൺ. ട്രൗമൻ്റെ കൂടെ എപ്പോഴും ഫോൺ എന്നുള്ള പ്രപ്പോസിഷനാണ് വരുന്നത്. അടുത്തത് വാർട്ടൻ പ്ലസ് ഔഫ്. ടെലിഫോണിയറൻ പ്ലസ് മിറ്റ്, അത് ടാറ്റീവാണ്. ടാറ്റീവ് അക്യൂസാറ്റീവ് എന്നുള്ളതാണ് ഞാൻ ബ്രാക്കറ്റിൽ DA എന്ന് നോട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തതാണ് ഇൻഫോമിയറിൻ്റെ കൂടെ വരുന്നതാണ് യൂബർ. അടുത്തത് എൽഫൻ പ്ലസ് ബൈ. ഗ്രാറ്റുലിയറൻ പ്ലസ് സൂ. ഫ്രാഗൻ പ്ലസ് നാഹ്. സെറൻ പ്ലസ് ഫോൺ. ഐൻലാഡൻ പ്ലസ് സൂ. തെങ്കൻ പ്ലസ് അൻ. aufhören പ്ലസ് മിറ്റ്. anfangen പ്ലസ് മിറ്റ്. achten പ്ലസ് auf. അടുത്തതാണ് arbeiten പ്ലസ് ബൈ. അത് ഡാറ്റീവിൽ. അക്യൂസാറ്റീവിൽ വരുമ്പോൾ നമുക്ക് arbeiten പ്ലസ് ഫ്യൂറും യൂസ് ചെയ്യാൻ പറ്റും. bitten പ്ലസ് sich പ്ലസ് interessieren പ്ലസ് ഫ്യൂർ. അതായത് അവിടെ ഇൻ്ററസിയറെ പ്ലസ് ഫ്യൂർ എന്ന് വെച്ചാൽ അക്യൂസാറ്റീവ്. അവിടെ സിഷ് വന്നതിൻ്റെ കാരണം അത് റിഫ്ലെക്സീവ് വെർബാണ്. റിഫ്ലെക്സീവ് വെർബ് എന്താണെന്നുള്ള വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെർബുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കൂടുതൽ വെർബുകൾ വരുന്നുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾ പറയുക, അതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തത് നമുക്ക് ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, ടെലിഫോണിയറൻ പ്ലസ് മിറ്റ്. ഐ ടോക്ക് ടു മൈ ഫ്രണ്ട് ഓൺ ദ ഫോൺ എവറി ഡേ. എൻ്റെ ഫ്രണ്ടുമായിട്ട് ഞാൻ എല്ലാ ദിവസവും സംസാരിക്കാറുണ്ട്. അപ്പോൾ നമ്മളത് പറയുമ്പം ടെലിഫോണിയറെ എന്നില്ല, ടെലിഫോണിയറെ jeden Tag mit meiner Freund. അതായത് മിറ്റാണ് പ്രപ്പോസിഷൻ, അതുകൊണ്ട് നമ്മൾ മിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഡാറ്റീവ് ആയതുകൊണ്ട് അത് ഡാറ്റീവിലേക്ക് പോകും. അടുത്തത് മൈനർ ഫ്രോയിഡ് എന്നാകും. ഓക്കെ, അടുത്തതാണ് ഹെൽഫൻ പ്ലസ് ബൈ. ഹെൽഫൻ പ്ലസ് ബൈ എന്ന് വരുമ്പോഴത്തേനും നമുക്ക് എക്സാമ്പിൾ നോക്കാം. ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ മൂവ്. ഇതൊന്ന് മാറ്റാൻ സഹായിക്കാവോ എന്ന്. അപ്പോൾ നമ്മൾ പറയും കാൻസ്റ്റ് ടു മിയർ പിറ്റേ ബൈം ഓംസു ഹെൽപ്പൻ. ബൈം എന്ന് വന്നു, അതായത് ദർ എന്നുള്ളത് അത് ദി ഉംസുഖ് എന്നുള്ളത് ദെം ഉംസുഖ് എന്നായി. ഓക്കെ, അടുത്തതാണ് ഗ്രാറ്റുലിയറൻ പ്ലസ് സു. ഗ്രാറ്റുലിയറൻ പ്ലസ് സു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഗ്രാജുലേഷൻ എന്നാണ് ഗ്രാറ്റുലിയറിൻ്റെ മീനിങ് വരുന്നത്. കൺഗ്രാജുലേഷൻസ് ഓൺ യുവർ സക്സസ്. അപ്പം നമുക്ക് പറയാം ഗ്രാറ്റുലിയറെ എന്നില്ല, ഗ്രാറ്റുലിയറെ ഈനൻ സു ഇയറൻ ഫ്ലോഗ്. ഫ്ലോഗ് എന്ന് പറഞ്ഞാലാണ് സക്സസ്. അടുത്തതാണ് സേലൻ പ്ലസ് ഫോൺ. സേലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ടെൽ. ഐ വിൽ ടെൽ യു അബൌട്ട് മൈ ട്രിപ്പ്. ഞാൻ എൻ്റെ ട്രിപ്പിനെ കുറിച്ച് നിന്നോട് പറഞ്ഞായിരുന്നു. ഇഷ് സേലെ ദി ഫോൺ മൈനർ റൈസേ. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ എളുപ്പമാണ്, ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. ഏത് പ്രപ്പോസിഷൻ നമ്മൾ ആഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ ആ പ്രപ്പോസിഷൻ വെച്ചിട്ട് ബാക്കി എഴുതണം. ഓക്കെ, ടൈമിനെ കുറിച്ചാണ്, അതായത് എങ്ങനെ നമുക്ക് ജർമ്മനിൽ ടൈം പറയാനാണ് നോക്കുന്നത്. ടൈം നമുക്ക് രണ്ട് രീതിയിലാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഒഫീഷ്യലി സൈറ്റും, രണ്ട് ഇൻഒഫീഷ്യലി സൈറ്റും. ഒഫീഷ്യലി സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ടൈം, അതായത് അത് 24 മണിക്കൂർ എന്ന രീതിയിലുള്ള ഫോർമാറ്റ് ആയിരിക്കും. ഇൻഒഫീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാ 12 മണിക്കൂർ, നമ്മളുടെ ഇവിടുത്തെ പോലൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. വളരെ എളുപ്പം തന്നെ പഠിക്കാൻ പറ്റും. സിമ്പിളായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ടൈം എങ്ങനെ നമുക്ക് പറയാമെന്ന് പറഞ്ഞു തരാൻ പോകാം. ഓക്കെ, ഫസ്റ്റ് തന്നെ വാട്ട് ഈസ് ടൈം. വാട്ട് ടൈം ഈസ്
അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കും. എന്താ സമയം, എത്ര സമയം എന്നൊക്കെ ചോദിക്കും. അത് നമ്മൾ ജർമ്മനിൽ വരുമ്പം വി സ്പേറ്റ് ഈസ് ദസ് അല്ലെങ്കിൽ വി ഫീൽ യുവർ ഈസ് ദസ്. അപ്പം നമ്മൾ ആൻസർ പറയും എസ് ഈസ് എന്ന് പറഞ്ഞിട്ട് എത്രയാണോ സമയം അത് പറയുക. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തേക്കുന്നത് എസ് ഈസ് സ്വൈ ഉവർ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓരോ നമ്പേഴ്സിന് അതനുസരിച്ചാണ് വരുന്നത്. അതായത് ഇത് ഫോർമാറ്റ് ആയതുകൊണ്ട് 24 അവേഴ്സിൻ്റെ ഫോർമാറ്റ് ആയതുകൊണ്ട് PM ആവുമ്പം അത് 24ലേക്ക് മാറും. അതായത് 1 തൊട്ട് 12 വരെ AM ടൈം പറയുമ്പം 1 തൊട്ട് 11 വരെ നോർമലും 1 PM തൊട്ട് 11 PM വരെ ആണ് നമ്മൾ ഈ 24 ഫോർമാറ്റ് ആഡ് ആവുന്നത്. അതായത് 12 മണി എന്ന് വരുമ്പോൾ 0, 1 എന്ന് വരുമ്പം 13, 2 14, 3 15, 4 16, 8 20, 9 21, 10 22, 11 23, 12 24 അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഇവിടെ 5 മണിയാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. 5 മണി അത് AM, 5 മണി AM ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 5 ഉവർ. 6 മണി 6 ഉവർ. 1 മണി അപ്പം അത് PM ആണ്, 1 മണി PM ആണ് വന്നിരിക്കുന്നത്. അപ്പം 13 ഉവർ, അതായത് PMലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ 24 hours ആണ് കണക്കാക്കുന്നത്. അപ്പം 13 ഉവർ. ഓക്കെ, അടുത്തതാണ് 3 മണി. 3 മണി 15 ഉവർ. 15, 3-ന് 15 ആവും. അപ്പം 15 ഉവർ. 9 മണി ആവുമ്പം 21 ആവുമല്ലോ. അപ്പം ആ 1 ആണ് നമ്മൾ ആദ്യം എഴുതത്തുള്ളൂ, അത് കഴിഞ്ഞാണ് 20, പിന്നെ ഉവർ ആഡ് ചെയ്യും. അപ്പം 21 ഉവർ. അടുത്തത് 12 മണി AM ആണ്. 12 മണി AM ആകുമ്പം 0 ഉവർ എന്നാണ് പറയുന്നത്. അടുത്തതാണ് 7:50 AM, അതായത് 7:15. 7:15 എന്ന് വരുമ്പോഴത്തേനും 7-നെ നമ്മൾ ആദ്യം പറഞ്ഞ് നിർത്തും, 7 ഉവർ. ഓക്കെ, എന്നിട്ടാണ് അത് 7 മണി എന്നുള്ളത് ആദ്യം നമ്മൾ പറഞ്ഞു നിർത്തും, 7 ഉവർ. അത് കഴിഞ്ഞ് 15 കൂടെ കഴിഞ്ഞു. അപ്പോൾ 15 എന്നുള്ളത് എങ്ങനെ പറയും? 15 എന്ന് പറയും. അടുത്തതാണ് 7:20 AM. 7:20 AM-നെ നമ്മൾ 7 എന്ന് 7-നെ നമ്മൾ 7 ആദ്യമേ പറഞ്ഞു നിർത്തും, 7 ഉവർ. അത് കഴിഞ്ഞ് 20 ആണ്, 20-നെ 20 എന്ന് പറയും, 7 ഉവർ 20. അടുത്തതാണ് 8:58, അതായത് 8:58 PM ആണ്. PM ആയതുകൊണ്ട് 24 hours കൺവേർട്ട് ആവും. അപ്പം PM 8 എന്നുള്ളത് എത്രയാണ്? 20 ആണ്. അപ്പം 20 ആദ്യം എഴുതും, 20 ഉവർ. അത് കഴിഞ്ഞ് 58 എന്നുള്ളത് എഴുതും, 58. അപ്പം 8:58 എന്ന് പറയുമ്പം 20 ഉവർ 58. അടുത്തതാണ് 11:45, 11:44 PM. അത് വരുന്നത് 23, അതായത് 23 ആണ് 11. അത് ആദ്യമേ നമ്മൾ പറയും, 11 ഉവർ എന്ന് പറയും, 23 ഉവർ. എന്നിട്ട് 44 എന്നുള്ള എഴുതും, 24. അപ്പോൾ 11:44 എന്ന് പറയുമ്പം 23 ഉവർ 24. അടുത്തതാണ് 6:38 AM. അപ്പം 6-നെ നമ്മൾ AM ആയതുകൊണ്ട് 6 അതേപടി, 6 ഉവർ 38 38. അടുത്തതാണ് 6:38 PM. PM വരുമ്പോഴത്തേനും 18 ഉവർ, അതായത് എന്താണ് 18 ആണ് 6. അപ്പം 18 ഉവർ എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് 38. അപ്പോൾ ഇത്രേ ഉള്ളൂ. PM ആണെങ്കിൽ നമ്മൾ 24 hours കൺവേർട്ട് ആക്കും, AM ആണെങ്കിൽ സാധാ രീതിയിൽ തന്നെ നമ്മൾ ടൈം പറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ഇതിവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. 23 ഉവർ 10. അപ്പം ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒഫീഷ്യൽ സൈറ്റാണ്, അതായത് ഒഫീഷ്യൽ അല്ലാത്ത ടൈമിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻഒഫീഷ്യൽ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 12 മണിക്കൂറിൻ്റെ സാധാ പോലെ തന്നെയാണ്. അപ്പം ഇവിടെ PM AM അങ്ങനൊരിതില്ല, അത് ഫോർമൽ ആയിട്ടുള്ള ടൈമിനാണ് അത് വരുന്നത്. ഇത് ഇൻഫോർമൽ സൈറ്റ് ആയതുകൊണ്ട് PM AM ഒന്നുമില്ല, സെയിം ആയിരിക്കും. അപ്പോൾ വി ഫീൽ യുവർ ഈസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ടൈം, വി സ്പേറ്റ് ഈസ് ദസ് എന്നൊക്കെ ചോദിക്കാം. അതിന് ആൻസർ പറയുമ്പോൾ നമ്മൾ എസ് ഈസ്റ്റ് എന്ന് പറഞ്ഞായിരിക്കും പറയുന്നത്, എസ് ഈസ്റ്റ് സ്വൈ ഉവർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നാക്ക്, ഫോർ, ഫിയർട്ടൽ, ഹാഫ്, ത്രൈ ഫിയർട്ടൽ
ഇതൊക്കെയാണ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇത് നല്ലപോലെ അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഒഫീഷ്യലായിട്ടുള്ള ടൈം പറയാൻ പറ്റും. ഓക്കെ. നാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ, AFTER ആണ്. ഫോർ എന്ന് പറഞ്ഞാൽ ബിഫോർ. ഫിയർട്ടൽ എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ, അതായത് കാല്. ഹാൽബ് എന്ന് പറഞ്ഞാൽ ഹാഫ്. ത്രൈ ഫിയർട്ടൽ എന്ന് പറഞ്ഞാൽ 3 ക്വാർട്ടേഴ്സ്, അതായത് മുക്കാൽ. ഓക്കെ, അതാണ് ഞാനിവിടെ പടം കൊടുത്തിരിക്കുന്നത്. കാല്, അര, മുക്കാൽ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ എക്സാമ്പിൾ നോക്കാം. 5 o'clock, 5 മണി. S is 5 hour, 5:10. 5:10 എന്നാണെങ്കിൽ 10നെ നമ്മൾ ആദ്യം എഴുതണം. അത് കഴിഞ്ഞിട്ട് 5, അതായത് 5 മണി കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കൂടെ കഴിഞ്ഞത് കൊണ്ട് അവിടെ നാഹാണ് യൂസ് ആവുന്നത്. അപ്പം S is സെയിൻ, 10 എഴുതിയിട്ട് നാഹ്, ഫിംഫ്. സെയിൻ നാഹ് ഫിംഫ്. ഓക്കെ, അടുത്തതാണ് 5:15, 5:15. കാലിനെ നമ്മൾ ഫിയർട്ടൽ എന്നാണ് പറയുന്നത്. ഫിയർട്ടൽ ആദ്യമേ എഴുതി, അത് കഴിഞ്ഞ് എന്താണ് 5 കഴിഞ്ഞിട്ടാണ്. 5 കഴിഞ്ഞ് 15 മിനിറ്റ് കൂടെ കഴിഞ്ഞ്, അപ്പം ഫിയർട്ടൽ കഴിഞ്ഞിട്ട് നാഹ് എന്താണ് ഫിംഫ്. അടുത്തതാണ് 5:20. S is 20 നാഹ് ഫിംഫ്. 20 എന്നുള്ള ആദ്യം എഴുതി, അത് കഴിഞ്ഞിട്ട് നാഹ്, പിന്നെ എന്താണ് ഫിംഫ് എന്ന് എഴുതി. അടുത്തതാണ് 5:30, അതായത് 5:30. അരേനെ നമ്മൾ ഹാൽബ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്കിവിടെ പറയുമ്പം 4 മണിയാകാൻ അരമണിക്കൂർ കൂടി ഉണ്ട് എന്നും പറയാം, അല്ലെങ്കിൽ 5 മണി കഴിഞ്ഞിട്ട് അരമണിക്കൂർ കൂടി ആയെന്നും പറയാം. ഇത് പറയുമ്പം S is ഹാൽബ് ഫിയർ, 4 മണിയാകാൻ അരമണിക്കൂർ കൂടി ഉണ്ട്, അല്ലെങ്കിൽ S is ഹാൽബ് നാഹ് ഫിംഫ്, 5 മണി കഴിഞ്ഞിട്ട് അരമണിക്കൂർ കൂടെ ആയി. അടുത്തതാണ് 5:45, അതായത് 5:45. മുക്കാലിനെ നമ്മൾ ത്രൈ ഫിയർട്ടൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ത്രൈ ഫിയർട്ടൽ ആദ്യം എഴുതി, അത് കഴിഞ്ഞ് നാഹ് എഴുതി, എന്നിട്ട് ഫിംഫ് എഴുതി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം. എങ്ങനെ? 6 മണി ആകാറായിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ S is ഫിയർട്ടൽ 4:06, 15 മിനിറ്റ് കൂടി ഉണ്ട് 6 മണിയാകാൻ. അങ്ങനെ 2 രീതിയിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് പുറകിൽ നിന്ന് വേണം നോക്കാൻ. ഇപ്പം 5:10 എന്ന് എഴുതി കഴിഞ്ഞാൽ 10 ആദ്യം എഴുതിയിട്ട് പിന്നെയാണ് 5 എഴുതേണ്ടത്. അടുത്ത എക്സാമ്പിളാണ് 12:10. 12:10 എന്ന് പറയുമ്പം 10 ആദ്യമേ എഴുതി, സെയിൻ എഴുതി, നാഹ് സോൾഫ്. ഓക്കെ, അടുത്താണ് 3:20. 3:20 എന്ന് പറയുമ്പം 20 ആദ്യം എഴുതി, സ്വാൻസിക്, നാഹ് ത്രൈ. അടുത്തതാണ് 4:25. 4:25 എന്ന് പറയുമ്പം അപ്പം നമുക്ക് പറയാം എന്താണ് ഫിംഫ് ഫോർ ഹാൽബ് ഫിംഫ്, അതായത് 5 മണി ആകാനായിട്ട് ഇനി അരമണിക്കൂറും 5 മിനിറ്റ് കൂടെ ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത് ഫിംഫ് ഫോർ ഹാൽബ് ഫിംഫ്. ഇനി 10:25. ഫിംഫ് ഫോർ ഹാൽബ്, അതായത് 11 മണിയാകാൻ അരമണിക്കൂറും 5 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പം ഫിംഫ് ഫോർ നാഹ് എന്താണ് എൽഫ്. അടുത്തതാണ് കുർസ് ജസ്റ്റ് ബിഫോർ, ഗ്ലൈഷ് ഷോർട്ട്ലി, ഫാസ്റ്റ് ഓൾമോസ്റ്റ്. അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നുള്ളൊരു സ്പെഷ്യൽ കേസസ് അല്ലെങ്കിൽ പെട്ടെന്ന് പറയുമ്പോൾ യൂസ് ചെയ്യാനായിട്ടാണ് വരുന്നത്. അപ്പം ഇത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുകയും 3 കാര്യമാണ്: കുർസ്, ഗ്ലൈഷ്, ഫാസ്റ്റ്. ഓക്കെ, ഇപ്പം 2:58, അതായത് 3 മണി ആകാറായി. അപ്പം നമുക്കതിനെ പറയാം S is കോഴ്സ് ഫോർ ത്രൈ, 3 മണി ആകാറായിട്ടുണ്ട്, ജസ്റ്റ് ബിഫോർ. ഓക്കെ, അടുത്തതാണ് 10:58, 10:58. S is ഗ്ലൈഷ് ഫോർ ഹെൽഫ്, 11 ഷോർട്ട്ലി, കുറച്ചുകൂടെ സമയമുള്ള 11 അതിന് തൊട്ട് മുമ്പാണ്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അടുത്തതാണ് കുർസ്നാഗ്. കുർസ്നാഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആഫ്റ്റർ, 1:02, 1 മണി കഴിഞ്ഞിട്ട് 2 മിനിറ്റ് ആയേ ഉള്ളൂ, കുറച്ച് സമയം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം കുർസ് നാഗ് ഹൈൻ. ഓക്കെ, അടുത്തതാണ് 2:03, 2 മണി കഴിഞ്ഞിട്ട് 3 മിനിറ്റ് കൂടെ ആയി. അപ്പം നമുക്ക് പറയാം കുർസ് നാഗ് സ്വൈ. ഓക്കെ, നമ്മൾ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ, ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ചിയേഴ്സ്.